അന്ന് ഞാൻ എഴുതിയ വിൽപത്രമില്ലേ, അതിലൊരു ചെറിയ കറക്ഷൻ. തീരെ ചെറുതെന്ന് പറഞ്ഞുകൂടാ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മേജർ കറക്ഷൻ. പെട്ടെന്ന് ഇങ്ങനെ? അതൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോ രാവിലെ 9 മണിക്ക്. ഓക്കെ, താങ്ക് യു. അരുൺ, നീ എന്താ ഇവിടെ? എന്താ, എനിക്കിവിടെ വന്നൂടെ? ഒറ്റ ദിവസം കൊണ്ട് മമ്മയ്ക്ക് ഞാൻ ആരും അല്ലാതായി. അയ്യോ, അങ്ങനെയല്ല മോൻ. വക്കീലിനോട് പറയുന്നത് ഞാൻ കേട്ടു. വിൽപത്രത്തിലൊരു മേജർ കറക്ഷൻ, അതായത് എന്റെ സ്ഥാനത്ത് നോബിൾ അല്ലേ? മോനെ, അത് എസ്റ്റേറ്റ് ഒക്കെ എന്റെ സ്വത്തല്ലല്ലോ, ക്രിസ്റ്റിയുടെ സ്വത്തല്ലേ. അത് ക്രിസ്റ്റിയുടെ മകൻ അവകാശപ്പെട്ടതാണ്. എന്റെ ഡാഡി ചെയ്തൊരു തെറ്റിന് എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത് ക്രൂരമല്ലേ? 25 വർഷം ആശയും സ്നേഹവും തന്നിട്ട് കുടികിടപ്പുകാരനെ പോലെ എന്നെ ഇറക്കി വിടുക. ഒരിക്കലുമല്ല. എസ്റ്റേറ്റ് മാത്രമല്ലേ ഉള്ളൂ നോബിളിന്. ഈ വീട്, എന്റെ സമ്പാദ്യം, ഇതിലെല്ലാം ഒരു ഓഹരി നിനക്കുമുണ്ട്. നീയും എന്റെ മകനാണ്. ഈ വീട്ടിൽ എനിക്കും ഒരു ഓഹരി, ദുരിതാശ്വാസം. എനിക്കത് വേണ്ടെങ്കിലോ? എനിക്ക് പങ്കാളി വേണ്ട, മുഴുവനും വേണം. ഈ വീടും എസ്റ്റേറ്റും എല്ലാം വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവനും അത് തിരുത്താൻ പാടില്ല, തിരുത്തിക്കൂടാ. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. മമ്മയുടെ പൊന്നുമോനി പാതിരായ്ക്ക് എന്നെ ഓടി വന്നത് എന്തിനാണെന്നറിയാമോ? സർവൈവൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണല്ലോ പ്രകൃതി നിയമം. ഐ ആം ദ ഫിറ്റസ്റ്റ്, നോബിൾ അല്ല. ഐ ആം ദ ഫിറ്റസ്റ്റ്. ഐ ആം സോറി. യജമാനത്തെയും കാത്തു നിൽക്കുന്നുണ്ടാവും ഭൃത്യൻ അങ്ങ് സ്വർഗരാജ്യത്ത്. പാവം കാത്തിന്ന് മുഷിയരുതല്ലോ. ഈ കൂറക്കടലാസ് ഇല്ലാതായാൽ നോബിൾ നിന്റെ മകനാകുമോ? ഞാൻ നിന്റെ മകൻ അല്ലാതാകുമോ? ഞാൻ തന്നെ മകൻ. നീ ഇവരുടെ മകനാണെന്ന് എന്താ തെളിവ്? ഹോസ്പിറ്റൽ റെക്കോർഡുകളിൽ പോലുമില്ല. ഈ വിൽപത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന രേഖ. നശിപ്പിച്ചില്ലേ ഇവളെ? ഈ വലിയ നിയമം വേണ്ടതാ. ഡാഡി, നീ പേടിക്കണ്ട. ഉടനെ തന്നെ വേറെ വിൽപത്രം ഉണ്ടാക്കണം. എന്നിട്ട് നീ ഇവളെ കൊല്ലുകയോ കല്ലറയെ കയറ്റുകയോ എന്ത് വേണം ചെയ്തു. നോക്കി നിൽക്കാതെ പിടിച്ചോണ്ട് പോയി വണ്ടി കയറണം. ഇപ്പൊ തീരും. ഒന്ന് വേഗമാകട്ടെ. എസ്റ്റേറ്റ് മാത്രമല്ല, അവളുടെ വീടും സർവാണിയും എല്ലാം നിലക്ക്. സ്വന്തം മകനാണെന്നുള്ള സത്യം ഇതുവരെ മറച്ചു വെച്ചതാണെന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല.
സൂസൻ മോളെ, നടന്നതൊക്കെ അങ്ങ് മറന്നേര്. ഈ ചെറുക്കന് ഒരു കയ്യബദ്ധം പറ്റിയതാ. ദേ, ഈ വിൽപത്രത്തില് ഒന്നൊപ്പിട്ടേര്. ഇല്ല, വായിച്ചു നോക്കാതെ ഞാൻ ഒപ്പിടില്ല. വായിച്ചു നോക്കാതെ നിങ്ങൾ ഒപ്പിടും. ഞാൻ ഒപ്പിടില്ല. കാര്യം നടന്നു കാണാൻ ചില ബഹുമാന സഹായം നമുക്ക് വേണ്ടിവരും. നിനക്ക് മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. മാതൃസ്നേഹം അറിഞ്ഞിട്ടില്ലല്ലോ നീ. അറിയണം. അതിനൊരു വഴിയേ ഉള്ളൂ. നിന്റെ അമ്മ ജീവിച്ചിരിക്കണം. സ്നേഹം ആവോളം അനുഭവിച്ചു മടുത്തവനാ ഞാൻ. എനിക്കിനി പണം മതി. നിനക്ക് വേണ്ട എന്താ? സ്വത്തുക്കളോ അമ്മയോ? അരുൺ, അവരെ ഉപദ്രവിക്കരുത്. അമ്മയെ വേണമെങ്കിൽ ദാ ഈ വിൽപത്രത്തിൽ നിന്ന് ഒപ്പിട്ട് തരാൻ അമ്മച്ചോടൊന്ന് പറഞ്ഞേ. എനിക്കൊന്നും വേണ്ട, ഒരു പൈസ പോലും. എനിക്ക് എന്റെ അമ്മയെ വേണം, അമ്മയെ മാത്രം. എല്ലാം അവന് കൊടുത്തേക്കമ്മേ, എല്ലാം. പൊന്നുവും പറഞ്ഞ കേട്ടില്ലേ? അനുസരിക്കേ. ഒന്നൊപ്പിട്ടേ. ഇവിടെ സോറി, പറയുന്ന വാക്കിന് വലിയ വ്യവസ്ഥയൊന്നുമില്ലാത്തവരായി ഇവൻ. ഇനിയിപ്പോ ഒരു കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റുക എന്നൊരു ചെറിയ ജോലിയെ ഞങ്ങൾക്കുള്ളൂ.
നിഷേധിക്കപ്പെട്ട സ്നേഹത്തിന് ഒന്നും ഒരു പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നെനിക്ക് ചെയ്യാൻ കഴിയും. ഞാൻ വീണ്ടും ഒരു അഡ്വക്കേറ്റിന്റെ കുപ്പായം അണിയാൻ പോവാണ്. എന്റെ മകനെ രക്ഷിക്കാൻ. സെഷൻസ് ജഡ്ജ് സൂസൻ ഫെർണാണ്ടസ് ഇന്നു മുതൽ അഡ്വക്കേറ്റ് സൂസൻ ഫെർണാണ്ടസ് ആണ്. ഏത് നീതിന്യായ കോടതിക്കും ക്ഷമിക്കാവുന്ന തെറ്റല്ലേ നീ ചെയ്തിട്ടുള്ളൂ. നീ മടങ്ങി വരുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ എന്നോടൊപ്പം ഇവളും ഉണ്ടായിരിക്കും.